നേരത്തെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഒരു സമരം നടക്കുകയും അത് നാടാകെ ചർച്ചയാവുകയും ചെയ്തത് കണ്ടതാണ്. അതിന് സമാനമായ ഒരു സമരം ഇന്നലെയും നടന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ഇടുക്കി അടിമാലിയിൽ വീണ്ടും ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെതിരെ പ്രതിഷേധ സമരവുമായി വൃദ്ധ ദമ്പതികൾ. ദയാവധത്തിന് തയ്യാറെന്ന് എഴുതിയ ഫ്ലെക്സുമായാണ് വൃദ്ധ ദമ്പതികൾ പ്രതിഷേധിച്ചത്. CPM അടിമാലി ഏരിയ കമ്മിറ്റി നേതാക്കളുടെ അനുനയ നീക്കത്തിന് പിന്നാലെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു ദമ്പതികൾ. ആ വാർത്തയിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്നുള്ള ഒരു പെട്ടിക്കടയാണിത്. അതിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററാണിത്. ദയാവധത്തിന് തയ്യാർ, ഞങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പ്രകാശിപ്പിക്കുമല്ലോ, കണ്ണ്, ഹൃദയം, കിഡ്നി എക്സെട്ര. ഇത് 6 മാസമായി പെൻഷൻ കിട്ടാത്തതിനെതിരായുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ പോസ്റ്ററാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഓമനയും ഭർത്താവ് ശിവദാസനുമാണ് പ്രതിഷേധിച്ചത്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായതിനാൽ ജീവിതം വഴിമുട്ടിയെന്നായിരുന്നു ദമ്പതികളുടെ ആരോപണം. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് നൽകിയ പെട്ടിക്കടയിലാണ് ഇരുവരുടെയും താമസം. ഇവിടെയാണ് പോസ്റ്റർ പതിച്ച് പെൻഷനു വേണ്ടി പ്രതിഷേധിച്ചത്. ഈ കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. കടയിൽ പോലെ സാധനം മേടിച്ചു വെക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ വന്നു. 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഇപ്പം പെൻഷനും കിട്ടുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിഷേധം വാർത്തയായതോടെ CPIMന്റെ അടിമാലി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അനുനയ നീക്കത്തിനെത്തി. പെൻഷൻ ലഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞു. ഇതോടെ പ്രതിഷേധ സൂചകമായി കെട്ടിയ ഫ്ലെക്സ് ശിവദാസൻ അഴിച്ചുമാറ്റി. അവർ പറഞ്ഞത് മാസാമാസം പെൻഷൻ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും. അതുകൊണ്ട് സമരം ഞാൻ അവസാനിപ്പിക്കുക. വൃദ്ധ ദമ്പതികൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുമെന്ന് അടിമാലി CPIM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ പറഞ്ഞു. ഇവരുടെ പെട്ടിക്കടയിലേക്ക് ആവശ്യമായ വിൽപ്പന സാധനങ്ങൾ എത്തിച്ചു നൽകുമെന്ന് DYFIയും വ്യക്തമാക്കി. പെൻഷൻ കൃത്യമായിട്ട് മാസം കൊടുക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്ന ഭാഗമായി ബഡ്ജറ്റിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. ഇനി അതിൻ്റെ ഒരു കുറവുകൊണ്ട് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയില്ല. അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ ഇടപെട്ട് സഹായിക്കും അവരെ തീർച്ചയായിട്ടും. സ്വമേധയാകാൻ സാധ്യതയില്ല, ആരെങ്കിലും കാണും ഇതിൻ്റെ പുറകിൽ. അടിമാലിയിലെ മറിയക്കുട്ടിയുടെ പെൻഷൻ കിട്ടാത്തതിനെതിരായ സമരം CPIMനെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത്. സമാന അവസ്ഥ ഇവിടെ വീണ്ടും CPIMന് ഉണ്ടാകാതിരിക്കാനുള്ള സമ്മർദ്ദതന്ത്രം താൽക്കാലികമായി ഫലം കണ്ടു. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ, പെൻഷൻ തുക കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി രംഗത്തെത്തുമെന്ന് വൃദ്ധ ദമ്പതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.